നന്നായിട്ട് വറവിട്ട് കഴിഞ്ഞിട്ട് ഈ കാളൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി നല്ല ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഒന്ന് നന്നായിട്ട് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുറുകി വരും. ഒന്നും കൂടി വേണമെങ്കിൽ കുറുക്കി എടുക്കാം. ഞാൻ അത്ര കുറുക്കിയിട്ടില്ല. ഈ കുറുക്കുകാളൻ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. പക്ഷെ പൊതുവേ നാട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ നാളികേരം ചേർക്കാതെ ഇതിങ്ങനെ കുറുക്കി വെക്കും. കുറുക്കിയിട്ട് അന്ന് റെഫ്രിജറേറ്റർ ഒന്നുമില്ല, തണുത്ത ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തിട്ട് പിന്നെ നാളികേരം ചേർക്കാം. അപ്പം ഇന്നിപ്പോൾ ഞാനിത് പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം നന്നായിട്ട് ഒരുവിധം കുറുകിയിട്ടുണ്ട്. സദ്യയുടെ കുറുക്ക് കാളനൊന്നും ആയിട്ടില്ല. ഒന്നും കൂടി വേണമെങ്കിൽ കുറുക്കാം. ഒന്നും കൂടി കുറുക്കി ആ വെള്ളം ഒന്നും കൂടി വറ്റിച്ച് കഴിഞ്ഞാൽ ശരിക്കും നന്നായിട്ട് നല്ല